എൻ്റെ പേര് രഞ്ജിത. ഞാൻ പാലക്കാട് വണ്ടാഴിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യം ഇവിടെ വരാനുണ്ടായ കാരണം എൻ്റെ OET എക്സാം തന്നെയായിരുന്നു. എൻ്റെ വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു OET എക്സാം എഴുതിയിട്ട് ഒരു യൂറോപ്യൻ കൺട്രിയിൽ പോയി വർക്ക് ചെയ്യണം എന്നുള്ളത്. അതുപോലെ ഞാൻ ആദ്യമായിട്ട് ആലപ്പുഴ ബീഗുഡിലായിരുന്നു പഠിക്കാനെത്തിയതും. എനിക്ക് ഫസ്റ്റ് ഈ കൃപാസനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇവിടത്തെക്കുറിച്ചോ ഒരു അറിവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ എത്തിയതിന് ശേഷം എൻ്റെ പെട്ടെന്നൊരു ദിവസം ഞാൻ ഒരു ചേച്ചി എനിക്ക് ഈ പത്രം കൊണ്ടു തരികയും ഞാൻ ആദ്യം ചോദിച്ചു ഇത് എന്തിനാണ് ഈ പത്രം കൊടുക്കുന്നതും അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്കിവിടെ വരണം എന്നും തോന്നിയായിരുന്നു. പക്ഷേ ഞാൻ ഒരു ഹിന്ദു നായർ ഫാമിലിയിൽ വളർന്നുകൊണ്ട് ഒരിക്കലും എൻ്റെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇവിടേക്ക് വിടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ നിന്ന് പറയാതെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ ഇവിടെ വരാമെന്നായിരുന്നു എൻ്റെ ഒരു തീരുമാനം. പക്ഷേ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നോട് ഇങ്ങോട്ട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയായിരുന്നു. നീ ആലപ്പുഴ പഠിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ കൃപാസന മാതാവിൻ്റെ പള്ളിയുണ്ട്, നീ അവിടെ പോയി പ്രാർത്ഥിക്കണം, എക്സാമിന് മുന്നേ എന്തായാലും നീ അവിടെ പോയി പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ ഒരു വിശ്വാസം, ഒരു ഉറപ്പുണ്ടായിരുന്നു, എനിക്കെന്തായാലും പോകണം എന്നുള്ളൊരു ധൈര്യം തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും സംസാരിച്ച് ഞങ്ങളെല്ലാവരും കൂടെയാണ് ആദ്യം ഫെബ്രുവരി 20 ഇവിടെ കൃപാസനത്തിൽ വന്നത്. അത് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട് എനിക്ക് ഒട്ടും തന്നെ ആലോചിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഞാൻ ഉടമ്പടി എടുത്തു അന്നത്തെ ദിവസം തന്നെ. പക്ഷേ എനിക്ക് ഫസ്റ്റൊന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. പക്ഷേ എനിക്ക് ചെറുതായി പ്രാർത്ഥനകൾ അറിയാമെങ്കിലും ഇങ്ങനെ ഇവിടുത്തെ പ്രാർത്ഥനാ രീതി അങ്ങനെ എനിക്കറിയില്ലായിരുന്നു. ഒരുപാട് ഞാൻ അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുമില്ലായിരുന്നു. എപ്പോഴും എൻ്റെ മനസ്സിൽ ഞാനൊരു ക്രിസ്ത്യൻ അല്ല, അപ്പോൾ പിന്നെ എനിക്ക് കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് മാതാവിനോട് പറഞ്ഞാൽ മതി, മാതാവ് എന്നെ അനുഗ്രഹിച്ചോളും എന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഞാൻ ജസ്റ്റ് ഇവിടെ പ്രാർത്ഥിച്ചിട്ട് പോയി. പത്രം കൊടുക്കാൻ ഇവിടുന്ന് കൃപാസനത്തിൻ്റെ പത്രം കൊടുക്കാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പത്രമൊക്കെ കൊടുക്കാനും എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഞാൻ എന്ത് പറഞ്ഞിട്ട് അവർക്ക് പത്രം കൊടുക്കുന്നത്. അങ്ങനെ എക്സാം എനിക്ക് ഫെബ്രുവരി 25 ഞാൻ എക്സാമിന് അന്ന് വരെ പത്രം കൊടുത്തിട്ടില്ല. പക്ഷേ എക്സാമിന് മുന്നേ കൊടുക്കണം എൻ്റെ ഒരു ഇതിലുണ്ടായിരുന്നുകൊണ്ട് 1-2 പത്രങ്ങളൊക്കെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഞാൻ നടക്കുന്ന വഴികളിലൂടെയൊക്കെ ഉള്ള കുറച്ച് പേർക്ക് കൊടുത്തു. അതുപോലെ എക്സാം എനിക്ക് അത്ര വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. റിസൾട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എന്നാലും മാതാവ് എന്നെ സഹായിക്കുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ എക്സാം ഫെബ്രുവരി 25 എഴുതിയതിൽ എനിക്ക് 1 മാർക്കിന് നഷ്ടമായി, അയർലൻഡ് സ്കോർ. അന്നേരം പക്ഷേ എനിക്ക് ഒട്ടും മാതാവിനോടോ അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചത് വെറുതെ ആയിപ്പോയിന്നോ അങ്ങനെ ഒരു തോന്നൽ എനിക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ പ്രാർത്ഥനയുടെ കുറവുകൊണ്ട് മാത്രമാണ് മാതാവ് എന്നെ സഹായിക്കാതിരുന്നതെന്ന്. പിന്നീട് എനിക്ക് എക്സാം ഒന്നുകൂടെ എഴുതണം എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെയും വലിയൊരു ആഗ്രഹമാണ് എനിക്ക് നല്ലൊരു ജോലി കിട്ടണം എന്നുള്ളത്. എഗെയിൻ ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി. സെപ്റ്റംബർ 19 എക്സാം എഴുതാൻ ഞാൻ പ്ലാൻ ഇട്ടു. ഇവിടെ വന്ന് ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി. രണ്ടാമത് ഞാൻ ഒരുപാട് ദൈവത്തിനോട് അടുത്തു. ഇവിടെ അച്ഛൻ്റെ ഓരോ ധ്യാനവും ഞാൻ എൻ്റെ ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും കട്ട് ചെയ്ത് ഞാൻ അറ്റൻഡ് ചെയ്ത് അച്ഛൻ്റെ ധ്യാനം കൂടാൻ തുടങ്ങി. അച്ഛൻ പറയുന്ന ഓരോ വചനവും ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ പ്രയോജനിപ്പിക്കാൻ തുടങ്ങി. പിന്നീട് ഓരോ കാരുണ്യ പ്രവർത്തനത്തിനായി ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇറങ്ങി പോവാൻ, രോഗികളെ കാണാൻ പോകുമായിരുന്നു. വഴിയിൽ കാണുന്ന പാവപ്പെട്ടവർക്ക് ഞാൻ എൻ്റെ ഫുഡ് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കുറേ കാരുണ്യ പ്രവർത്തനം ചെയ്തു. പത്രം എല്ലാവർക്കും പറഞ്ഞ് ഇവിടുത്തെ പള്ളിയെക്കുറിച്ചും ഇവിടുത്തെ ഓരോ സാക്ഷ്യങ്ങളെക്കുറിച്ചും ഞാൻ ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. എനിക്കതിനോട് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. പറയുമ്പോഴെല്ലാം എനിക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അന്നത്തെ കടന്നുപോയ ദിവസങ്ങളൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് പഠിക്കുമ്പോഴും ഞാൻ എപ്പോഴും കുരിശ് വരച്ച് ഇവിടുന്ന് തന്നിട്ടുള്ള അച്ഛൻ പ്രാർത്ഥിച്ച് തന്നിട്ടുള്ള മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ തവണയും ഞാൻ പ്രാർത്ഥിക്കുന്നത്. എപ്പോഴും എനിക്ക് ലിസണിങ് ആയിരുന്നു എനിക്ക് ഏറ്റവും ടഫുള്ള മൊഴികൾ. എപ്പോഴും ഞാൻ പ്രാക്ടീസ് ചെയ്താലും എനിക്ക് എപ്പോഴും അതിന് അത്ര മാർക്ക് കിട്ടാറില്ല. അതേപോലെ തന്നെയായിരുന്നു മാർച്ച് 25 ഞാൻ എഴുതിയ എക്സാമും. ലിസണിങ് എനിക്ക് ഭയങ്കര പാടായിരുന്നു. അത്തവണ എനിക്ക് ഉറപ്പായിരുന്നു ഇത്തവണയും എനിക്ക് ഒരിക്കലും ഈ എക്സാം എനിക്ക് പാസ്സാകാൻ പറ്റില്ല എന്ന്. പക്ഷേ അന്നത്തെ ദിവസം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ് ഒരുപാട് പ്രാവശ്യം എന്നെ ഓർമ്മപ്പെടുത്തി. ഞാൻ ഇവിടുന്ന് അച്ഛൻ തന്നിട്ടുണ്ടായിരുന്ന ഉപ്പും എണ്ണയും കൊണ്ടാണ് എക്സാമിന് പോയതും കുരിശ് വരച്ചും വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തതും. ഓരോ മൊഡ്യൂളും ടഫായി കഴിയുമ്പോഴും പക്ഷെ ഞാൻ പ്രാർത്ഥന കൈവിട്ടില്ല. അടുത്ത ഓരോ മൊഡ്യൂളിന് മുൻപും അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥന ചൊല്ലിയും യേശുവിനോട് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ ഓരോ മൊഡ്യൂൾ അറ്റൻഡ് ചെയ്തത്. പക്ഷേ എക്സാം കഴിഞ്ഞും എനിക്കത്ര പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ അമ്മയോടെല്ലാം പറഞ്ഞു, അമ്മ പ്രതീക്ഷിക്കേണ്ട, എക്സാമിന് ഇത്തവണയും അതുപോലെ തന്നെ എനിക്ക് ലിസണിങ് നല്ല പാടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഒരിക്കലും മാതാവിനെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് എക്സാം ഒട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട്.
പക്ഷേ ലിസണിങ് എനിക്ക് അത്ര ടഫാണെങ്കിലും പക്ഷേ അതിൽ എന്തൊക്കെ എനിക്ക് എഴുതാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എല്ലാം തന്നെ ഒരെണ്ണം പോലും വിടാതെ എനിക്ക് എഴുതാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കേൾക്കുന്നത് മൊത്തം ശരിയാണോ എന്ന് എനിക്കപ്പോൾ അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞും എൻ്റെ അമ്മ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മ ഇവിടെ കേരളത്തിലില്ലായിരുന്നു, ഗൾഫിലായിരുന്നു. അമ്മ അവിടെയാണേലും ഞാൻ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയും ഞാൻ അയച്ചു കൊടുക്കുന്ന വീഡിയോസ് കണ്ടും അതെല്ലാം നോക്കി അമ്മ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അമ്മയ്ക്ക് മാതാവിൻ്റെ ഒരു സാന്നിധ്യം കിട്ടിയത് അമ്മ സ്വപ്നത്തിലൂടെ ഇവിടെ കൃപാസന പത്രത്തിൽ എല്ലാത്തിലും പാസ് എന്ന് എഴുതി കാണിച്ചിരിക്കുന്നതായിട്ട് അമ്മയ്ക്ക് കാണുകയും, പക്ഷെ അമ്മയ്ക്ക് ആദ്യം അതൊരു വിശ്വാസമായിട്ട് എന്നോട് മാത്രമായിട്ട് അമ്മ വന്ന് പറഞ്ഞെങ്കിലും പക്ഷെ അമ്മയ്ക്കും ഒരു വിശ്വാസക്കുറവുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു അത് തോന്നലാണോ എന്നുള്ളത്. പക്ഷെ പിന്നീട് അമ്മയ്ക്ക് എപ്പോഴും മാതാവ് വന്ന് അമ്മയോട് നീ പേടിക്കണ്ട, നീ വിഷമിക്കണ്ട, അവൾക്ക് കിട്ടും, അങ്ങനെ ഒരുപാട് മാതാവ് അമ്മയെ ആശ്വസിപ്പിക്കുന്നതായിട്ട് അമ്മ എന്നോട് വന്ന് എന്നും ഫോൺ വിളിക്കുമ്പോൾ പറയുമായിരുന്നു. അത് കഴിഞ്ഞും ഞങ്ങൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. വിചാരിക്കാതെ തന്നെ എനിക്ക് OET എക്സാമിന് ഏറ്റവും ടഫായ മൊഡ്യൂളിൽ തന്നെ എനിക്ക് നല്ല സ്കോറോടുകൂടെ പാസ്സാവാനും പറ്റി. UK സ്കോർ കിട്ടി. അതിനുശേഷമാണെങ്കിലും ഞാൻ ഓർത്തു എൻ്റെ UK പ്രോസസ്സിങ്ങിന് കുറേ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ തന്നെ എൻ്റെ OET എഴുതി അന്ന് തന്നെ എനിക്ക് ഡൽഹിയിൽ ജോലി കിട്ടി. അന്ന് തന്നെ എനിക്ക് ഇവിടുന്ന് പോവേണ്ടിയും വന്നായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് പ്രോസസ്സിങ് ഭയങ്കര കഷ്ടമായിരിക്കും, ഞാൻ കേരളത്തിലില്ല, എനിക്ക് അവിടെ പോയാലും എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിടേണ്ടി വരുമെന്ന്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഡൽഹിയിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നതാണെങ്കിലും ഈ 2 ദിവസം മുമ്പാണ് അവിടെ നിന്നാണ് ഞാൻ എല്ലാ പ്രോസസ്സിങ്ങും ചെയ്തതും. എൻ്റെ എല്ലാ പേപ്പർ വർക്കും ഞാൻ അവിടെ നിന്ന് തന്നെയാണ് ചെയ്തത്. എൻ്റെ അഡ്രസ്സിലും എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എൻ്റെ ആധാറും എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും കേരളത്തിലെ അഡ്രസ്സായിരുന്നു. പക്ഷേ എൻ്റെ പാസ്പോർട്ട് അഡ്രസ്സ് ഞാൻ ഡൽഹിയിലായിരുന്നു. പക്ഷേ അവിടെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ എനിക്ക് സെപ്റ്റംബർ 9-നാണ് എൻ്റെ റിസൾട്ട് വന്നത്. ഈ 3 മാസത്തും കൊണ്ട് എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും കംപ്ലീറ്റ് ആയിട്ട് ഈ ഡിസംബർ 27-ാം തീയതി എനിക്ക് ടിക്കറ്റ് കിട്ടി. എനിക്ക് ലണ്ടനിൽ 28-ാം തീയതി റീച്ച് ആവാനുണ്ട്. അതുപോലെ തന്നെ മാതാവ് എനിക്ക് ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹം തന്നിട്ടുണ്ട്. എനിക്ക് ആദ്യം കിട്ടിയ ഇൻ്റർവ്യൂവിന് എനിക്ക് ഡിപ്ലോയ്മെൻറ്റ് ഡേറ്റ് വളരെ കൂടുതലായിരുന്നു. ഏകദേശം ഞാൻ അതിന് എല്ലാ പേപ്പർ വർക്കും കഴിഞ്ഞു. എല്ലാവരും എന്നോട് പറഞ്ഞു ആ ഇൻ്റർവ്യൂന്ന് പിൻവാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് ഈ ഇൻ്റർവ്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം നിനക്ക് പേപ്പർ വർക്കിൽ പ്രോബ്ലം വരുമെന്ന്. പക്ഷേ അതിലൊന്നും ഒരു തടസ്സവും കൂടാതെ എനിക്ക് ആദ്യത്തെ ഇൻ്റർവ്യൂ ഞാൻ പേപ്പർ വർക്ക് ഒരുവിധം ആയത് ക്യാൻസൽ ചെയ്തിട്ടാണ് 2ാമത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കിട്ടിയിട്ടും എനിക്ക് ഇതുവരെ ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടും തന്നെ ഇല്ലാതെ ഒരു കാര്യത്തിലും എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ മാതാവ് എന്നെ എല്ലാത്തിനും സഹായിച്ചു. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. അതിന് ഏറ്റവും ഞാൻ മാതാവിനോടും യേശുക്രിസ്തുവിനോടും നന്ദി പറയുന്നു. അതുപോലെ ഞാൻ എൻ്റെ കൂട്ടുകാരിയും കൊണ്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് സൗദിക്ക് പോകാനുള്ള പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ചെറിയ ബുദ്ധിമുട്ടുകൾ അവളുടെ ഏജൻസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ട് അവൾക്ക് കുറച്ച് ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നിന്നെ മാതാവ് സഹായിക്കും, നീ എൻ്റെ കൂടെ വാ, നമുക്കൊരു ദിവസം പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് അവൾക്ക് വിസയും അത് കഴിഞ്ഞ് ടിക്കറ്റും വന്ന് അവളിപ്പോൾ സൗദിയിൽ ഒരു തടസ്സവും കൂടാതെ നന്നായിട്ട് തന്നെ അവൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് ഞാൻ മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അനേകായിരം എൻ്റെ കുടുംബത്തിനും എൻ്റെ വീട്ടുകാർക്ക് ഒരുപാട് സഹായിച്ച മാതാവിനോടും യേശുക്രിസ്തുവിനോടും ഞാൻ നന്ദി പറഞ്ഞു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്താൽ ലഭിച്ച അനുഭവത്തിൻ്റെ കാര്യമാണ് ഇപ്പം ഈ മകളിപ്പോൾ സാക്ഷ്യപ്പെടുത്തിയത്. അപ്പം നിങ്ങൾ സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നവരാണെങ്കിൽ എല്ലാ സാക്ഷ്യത്തിലുള്ളതുപോലെ ഇപ്പം നമുക്കൊരു മാനുഷികമായ യുക്തി വെച്ചിട്ടുള്ളൊരു ചിന്ത എന്ന് പറയുന്നത്, പരീക്ഷ എഴുതാൻ ഒരുപാട് പേര് പരീക്ഷ എഴുതുമ്പോൾ കുറച്ച് പേര് ഇവിടെ വരുന്നു, അതിൽ കുറച്ച് പേര് ജയിക്കുന്നു, അതിൽ കുറച്ച് പേര് സാക്ഷ്യം പറയുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഈ സാക്ഷ്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് വിശ്വാസത്തോടെ കേൾക്കുമ്പോൾ ഈ സാക്ഷ്യങ്ങളിലെല്ലാം ഇനി നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് 2ാമത്തെ കാര്യം. പക്ഷേ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്ന ഓരോ വ്യക്തികൾക്കും അവർ വിശ്വസിക്കത്തക്ക വിധമുള്ള ഒരു കൺഫർമേഷൻ, ഒരു മാതാവിൻ്റെ ഒരു ഇടപെടലുണ്ട് എന്നുള്ള, ദൈവത്തിൻ്റെ ശക്തമായിട്ടൊരു ഇടപെടലുണ്ട് എന്നുള്ള സാന്നിധ്യമുണ്ടെന്നുള്ളൊരു ഉറപ്പ് അവർക്ക് ലഭിക്കുന്നുണ്ട്. അത് പല സാക്ഷ്യങ്ങളിൽ അതിന് ഉടമ്പടി വസ്തുക്കൾ കാരണമാകും. ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ ഈ മകൾ പറയുന്നത് അനുസരിച്ച് ഈ അമ്മ ഒരു സ്വപ്നം കണ്ടു എന്ന് പറയുന്നുണ്ട്. പരീക്ഷ എഴുതിയതിന് ശേഷം അമ്മ ആദ്യം അതിന് ചിന്തയെന്നോ ഓർമ്മയെന്നോ ഒക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ കൃപാസനത്തിലെ പത്രത്തിൽ ഒരു പാസ്ഡ് എന്ന് എഴുതി കാണിച്ചിരിക്കുന്നത് പോലെ കണ്ടു എന്നും, അപ്പോൾ അതിനുശേഷമാണ് റിസൾട്ട് വരുന്നതും കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നതും. അപ്പം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് എന്ന്
ഇപ്പോൾ ബൈബിളിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോഴും സ്വപ്നത്തെ ദൈവനിയോഗങ്ങളുടെ ഒരു വലിയൊരു ചാലകമായിട്ടൊരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദൈവത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ സ്വപ്നത്തിലൂടെ അറിയപ്പെടുന്നുണ്ട് എന്നുള്ള വലിയൊരു സാക്ഷ്യം ബൈബിളിലും വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാണ്. അപ്പം അങ്ങനൊരു അനുഭവം, പിന്നെ ഈ മകൾ വ്യക്തിപരമായിട്ട് പറയുന്ന അനുഭവത്തിലും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആദ്യം പരീക്ഷ ലഭിക്കാതിരിക്കുമ്പോഴും വിഷമമൊന്നും വന്നില്ല, കാരണം ഞാനൊന്നും പറഞ്ഞില്ല, കാരണം എനിക്കറിയാം പ്രാർത്ഥന കുറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ഒരു ബോധ്യം ഒരു പക്ഷേ എങ്ങനെ നിന്നോ എവിടെ നിന്നോ ഒരു ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത് പരീക്ഷ എഴുതുമ്പോൾ കൂടുതൽ ഒരുങ്ങി പ്രാർത്ഥിച്ച്, അപ്പോൾ പരീക്ഷ കൂടുതൽ ടഫായിട്ട് പോകും. അപ്പം ദൈവം ചില കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, എന്നിട്ടും പരീക്ഷ നല്ലതുപോലെ വിജയിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ എല്ലാ കാര്യത്തിലും ഒരു വേഗത പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വേഗത വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പരിശുദ്ധ അമ്മ ഈ അൾത്താരയിൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ ഈ അൾത്താരയുടെ പ്രത്യേകതയും. അപ്പോൾ ഈ സമയത്തിന് മേളിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു അധികാരമുണ്ട് എന്ന്, അല്ലെങ്കിൽ സമയം ചുരുങ്ങുന്നത്, അല്ലെങ്കിൽ സമയം ചുരുക്കമെന്ന് പറയുന്നത് മാതാവിനോട് പ്രാർത്ഥിക്കുമ്പം കാര്യങ്ങൾ വേഗം നടക്കുന്നതിൻ്റെ അർത്ഥം സമയത്തിന് മേളിൽ അമ്മയ്ക്ക് അധികാരം ഉണ്ടെന്ന്. അങ്ങനെ ഒരു കാര്യം മകൾ പറഞ്ഞത്, എല്ലാം പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ഈ ഒരു മാസം തന്നെ ഈ മകൾ ആഗ്രഹിക്കുന്നത് പോലെ മുൻപോട്ട് പോകാനായിട്ട് ദൈവം പരിശുദ്ധ അമ്മ വഴി ക്രമീകരിച്ചു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ ഈ മകൾ നല്ല കോൺഫിഡൻ്റ് ആണ്. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നടന്നുള്ള ബോധ്യമുണ്ട്. അപ്പോൾ ഇതുപോലെ ബോധ്യത്തിൽ നിന്നാണ് സാക്ഷ്യങ്ങൾ പറയുന്നത്. വിശ്വാസത്തോടെ കേൾക്കുന്നവർക്ക് അതൊരു വലിയൊരു തുറവിയാണ്. ഒരു പക്ഷേ നേരത്തെ ആരോ പറയണം, കൂട്ടുകാരിയായിട്ട് ഇവിടെ വന്നപ്പോഴും ആ ഒരു തുറവി ഒക്കെ ഓടുകൂടി വരുമ്പം ദൈവം തുറന്ന മനസ്സിലേക്ക്, വിശ്വാസമുള്ള മനസ്സിലേക്ക് ആവശ്യത്തിന് അടയാളവും കൃപയും കൊണ്ട് ദൈവം അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. അതിന് ഉടമ്പടി എന്ന പ്രാർത്ഥനയുടെ രീതി വേഗം സഹായിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള 10,000-ലധികം വരുന്ന സാക്ഷ്യങ്ങളുടെ വലിയൊരു തെളിവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മുൻപോട്ടുള്ള യാത്രയിൽ ദൈവം ഒരുപാട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.